2024 ഹാഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഏതെല്ലാം ക്വസ്റ്റ്യനുകൾ, ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ യൂണിറ്റിൽ നിന്നും പ്രിപ്പയർഡ് ആയിരിക്കണം ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എന്നതുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ അതിൻ്റെ ആൻസർ എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ് ഒരു പാരഗ്രാഫ് വന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. I would like to assert that no youth today need to fear about the future എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ പാരഗ്രാഫ് വായിക്കുമ്പോഴേ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റിലുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ചോദ്യം എന്താണ്, ഹു ഇസ് ദ സ്പീക്കർ ഹിയർ? ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം സ്പീക്കർ ഇസ്, അത് മനസ്സിലായിട്ടെങ്കിൽ ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലായിട്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ആൻസറായി, ഒരു മാർക്കായി. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ സ്പീക്കർ അസേർട്ട് അബൌട്ട് ദ യൂത്ത്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ? എന്താണ് അദ്ദേഹം അസേർട്ട് ചെയ്യുന്നത്? സിമ്പിൾ ആണ്, പാരാഗ്രാഫ് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ദ സ്പീക്കർ അസേർട്സ് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. നെക്സ്റ്റ്, വൈ ഡസ് ദ സ്പീക്കർ ബിലീവ് ദാറ്റ് ദ യൂത്ത് ഷുഡ് നോട്ട് ഫിയർ ദ ഫ്യൂച്ചർ? എന്തുകൊണ്ടാണ് ഫിയർ ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്, ബിക്കോസ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്, അണ്ടർ ദ എർത്ത് ആൻഡ് എബോവ് ദ എർത്ത് എന്ന് പറയുന്നത് ആ പാരഗ്രാഫ് തന്നെ ഉണ്ട്, നേരെ എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ടൈറ്റിൽ ഓഫ് ദ സ്പീക്കേഴ്സ് ടോപ്പിക്? സംസാരിച്ച അദ്ദേഹം കലാം അവിടെ പോയിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൻ്റെ ടോപ്പിക് എന്തായിരുന്നു? ഐ എം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്നതാണ്. എവിഡൻ്റ് ആണ്, വളരെ ഈസിയാണ്. സോ ആ ഒരു ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ് എന്ന് പറയുന്ന ആ ലൈൻ അല്ലേ, ആ ലൈൻസ് തന്നോട് നമ്മുടെ ഒരു പോയറ്റിക് ലൈൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ഡെത്ത് ലെവലറാണ്, നമുക്ക് വേഗം മനസ്സിലായി, കാരണം ഡെത്ത് ലേസസ് ഐസി ആൻസ് എന്നൊക്കെ പറയുന്ന ആ ലൈൻസ് ഒക്കെ അവിടെ ഉണ്ട്. ചോദ്യം നമ്പർ 1, ഐഡന്റിഫൈ ദ പോം ആൻഡ് ദ പോയറ്റ്. ഈ ഒരു ചോദ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണുന്നുണ്ട്. ഐഡന്റിഫൈ ദ പോം ആൻഡ് ദ പോയറ്റ്. അപ്പോൾ പോയറ്റിനെ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ, എല്ലാ പോയത്തിൻ്റെയും പോയറ്റ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഇവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഡെത്ത് ദ ലെവലറാണ് പോം, അതുപോലെ തന്നെ ജെയിംസ് ഷേർലി ആണ് അതിൻ്റെ പോയറ്റ്. ഓക്കെ, മറന്നു പോരുത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫോർത്ത് ലൈൻ? ഫോർത്ത് ലൈൻ ഏതാ നോക്ക്. ഫോർത്ത് ലൈൻ ഏതാണ്? ഡെത്ത് ലേസസ് ഐസി ആൻഡ് ഓൺ ദ കിങ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ മിസ്റ്റർ മരണം എന്ത് ചെയ്തു? ഈ പറയുന്ന രാജാവിൻ്റെ തോളത്ത് വരെ കൈവച്ചു എന്ന് പറയുമ്പോൾ, അതിൻ്റെ തണുത്ത കൈവച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? മരണത്തിന് ജീവനുള്ള മനുഷ്യനെ പോലെ ക്വാളിറ്റി ആക്കിയിട്ട് പറയാണ്. അതെന്താണ്? പേഴ്സണിൻ്റെ ക്വാളിറ്റി ആക്കി പറയുന്നതിന് നമ്മൾ എന്താ പറയുക? പേഴ്സോണിഫിക്കേഷൻ എന്നല്ലേ പറയുക? യെസ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. സിമ്പിളാണ്, ആൻസർ കിട്ടി. ഡെത്ത് ഇസ് ഗിവൺ ഹ്യൂമൻ ക്വാളിറ്റി. റെഡി അല്ലേ? വാട്ട് ഡസ് ദ പോർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പേഡ് സിംബോളൈസ് ഇൻ ദ പോയം? ഇതിനകത്ത് പറയുന്നുണ്ട് പാവപ്പെട്ട വളഞ്ഞ ഈ എന്താണ് കർഷകനെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന എന്താണ് പറയുക അരിവാളും അല്ലെങ്കിൽ കൈക്കോട്ടും തൂമ്പായും ഒക്കെ എന്ന് പറയുന്നത് എന്തിനെയാണ് ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത്? സിംബോളൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓർഡിനറി പീപ്പിളിനെയാണ് അല്ലെ. ഓർഡിനറി പീപ്പിളിലെ അല്ലെങ്കിൽ കോമൺ മാൻ്റെ ലേബറിനെ കാണിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റിങ് ദ വാട്ട് ടു സേ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ഫോർ എവ്രി വൺ എന്ന് വെച്ചാൽ റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാ ആളുകളുടെയും അടുത്തേക്ക്, കിങ് ആയിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ, എല്ലാവരുടെ അടുത്തേക്ക് ആര് വരും? മരണം എന്ന് പറയുന്ന ആൾ വരും എന്നതിനെയൊക്കെ കാണിക്കുന്നതാണ് ഈ പറയുന്ന ലൈന്. നെക്സ്റ്റ്, ഇത്ര ശ്രദ്ധിച്ചാൽ മതി. പാവപ്പെട്ടവനെ കാണിക്കാനാണ് അതിൽ സൈത്തും സ്പേഡ് ഉപയോഗിച്ചത്. ഓക്കെ, അതിനെ സിംബോളൈസ് ചെയ്യാനാണ്, പാവപ്പെട്ടവനെ സിംബോളൈസ് ചെയ്യാനാണ് സൈത്തും സ്പേഡ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ക്രൗണും സെപ്ചറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് അധികാരവർഗ്ഗങ്ങളെ കാണിക്കാൻ, കിങ്ങിനെ കാണിക്കാൻ. ഓക്കെ, അതാണ് അതിനെ സിംബോളൈസ് ചെയ്യുന്നത്. ഓക്കെ, സെപ്ചറും നമ്മുടെ ക്രൗണൊക്കെ സിംബോളൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോം പോർട്രേ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കിങ് ആൻഡ് ദ കോമൺ പീപ്പിൾ ഇൻ ദ ഡെത്ത്? ഓക്കെ, the poem shows that death is a great equalizer. Death എന്ന് പറയുന്നത് ഭയങ്കര ഒരു നിരപ്പാക്കുന്നവനാണ്, ഒരു ബുൾഡോസർ പോലെയാണ്, വന്നിട്ട് എല്ലാത്തിനെയും നിരപ്പാക്കി പോകും അല്ലേ. മേക്കിംഗ് കിങ്സ് ആൻഡ് കോമൺ പീപ്പിൾ ഈക്വൽ ഇൻ എൻഡ്. അവസാനം എല്ലാവരെയും സമന്മാരാക്കിയിട്ട് ശ്മശാനത്തിൽ എല്ലാവരും ഒരേപോലെ അല്ലെ എന്താണ് അന്ത്യവിശ്രമം കൊള്ളുകയാണ് ചെയ്യുന്നത്. മരണം എല്ലാവരെയും തുല്യരാക്കി കളയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കണ്ടീഷണൽ സെന്റൻസ്. നോക്കടാ, ഇവിടെ ഇഫ് ക്ലോസ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് ക്ലോസ്. ഗ്രാമറിൽ നമുക്ക് 3 കാര്യങ്ങളാണ് സ്ഥിരമായി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇഫ് ക്ലോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഫ് ക്ലോസ് നമ്മൾ ചെറിയ ക്ലാസ്സിനെ നന്നായി പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ അല്ലേ, ആ വേർഡ് റെയിൻ എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്? റെയിൻ എന്ന് പറയുന്നതാണല്ലോ വേർബ്. അപ്പോൾ വേർബ് നോക്കുക. റെയിൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഏതായിരിക്കും? 1 ആണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കണ്ടീഷനാണ്
ഒന്നാമത്തെ കണ്ടീഷണൽ റൂൾ എന്താണ്? ഇപ്പുറത്ത് പ്രസന്റ് ടെൻസ് ആയിരിക്കും, വെർബ് പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പോൾ അപ്പുറത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? അവിടെ ഡാഷ് ആട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം? വില്ല്, ക്യാന്, ഷാലുമേ, ഇതിൽ ഏത് എഴുതിയാലും മതി. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? വില്ല് എഴുതി. വി വിൽ സ്റ്റേ ഇൻഡോർസ്, ഞങ്ങൾ അകത്ത് നിന്നോളാം. ഓക്കെ, മഴ പെയ്യാണെങ്കിൽ ഞങ്ങൾ അകത്ത് നിന്നോളാം. നെക്സ്റ്റ്, ഇഫ് ഐ ഹാഡ് വൺ ലോട്ടറി ലാസ്റ്റ് ഇയർ. ഹാഡ് വൺ ആണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഹാഡ് വൺ ആണ് അവിടെ, വേർബ് വൺ മാത്രം എടുക്കരുത്. ഹാഡ് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ മനസ്സിലാക്കുക, ഇത് തേർഡ് കണ്ടീഷൻ ആണ്. തേർഡ് കണ്ടീഷന്റെ പ്രത്യേകത എന്താ? ഒന്നെങ്കിൽ നമ്മൾ അവിടെ വുഡ് ഹാവ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കണം, അല്ലെ? ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഉപയോഗിക്കേണ്ടത്. പ്ലസ് V3 ഉപയോഗിക്കണം. ഓക്കെ, V3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം. റൈറ്റ്, റോട്ട്, റിട്ടൺ, ഗോ, വെന്റ്, ഗോൺ, അതാണ് വെർബിന്റെ മൂന്നാമത്തെ രൂപം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, ലൈവിലൂടെ വരാം. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഇതും നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കും. ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൈവ് മിസ്സാക്കണ്ട. അത് പെട്ടെന്ന് ഈ പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞ് ഫുള്ളാക്കാൻ പറ്റൂല. ഞാൻ ആൻസർ മാത്രമേ കാണിച്ചു തരാം. മിസ്റ്റർ ഗുപ്തയുടെ ഡയലോഗാണ്, ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി, അല്ലേ? അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാ? മിസ്റ്റർ ഗുപ്ത ആസ്ക്ഡ് മാഗി ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിന് അടുത്ത് എഴുതി, അല്ലെ? തൊട്ടടുത്തുള്ള ഓക്സിലറി വേർബിന് എഴുതാൻ പറ്റൂല, അതിനവിടെ തന്നെ വെച്ചു. അടുത്ത ആൾ യു ആണ്. യു എന്ന് പറയുമ്പോൾ ഇവിടെ മാഗിയാണ്, ഷീ എന്ന് എഴുതി. നോയുടെ പാസ്റ്റൻസ് ആയിട്ട് നമ്മൾ ന്യൂ എഴുതി. ദാറ്റ്, അതുപോലെ തന്നെ ഹി, ഐ എന്ന് പറയുന്നത് ഹി ആയിട്ട് ഇവിടെ വരും. ഓക്കെ, ഗുപ്ത ആയതുകൊണ്ട് ഹി വാസ് നോട്ട് എ യോഗി എന്ന് പറയുന്നത് നമ്മൾ നേരെ എടുത്ത് എഴുതി ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഇതേപോലെയാണ് റിപ്ലൈ ചെയ്തത്. റിപ്ലൈ ആകുമ്പോൾ അത് സെന്റൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ച് തന്നിട്ടാ പോകുന്നുള്ളൂ. പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ വന്നു അങ്ങനെ വന്നു എന്നൊക്കെ. എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല എന്നും കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതെല്ലാം പറയാനും ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ലൈവ് ഉള്ളത്. നെക്സ്റ്റ്, വൈ വാസ് എ ടൈറ്റാനിക് കോൾഡ് ദ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നൊരു ഗംഭീരമായ ചോദ്യം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു പാസേജ് എന്നിട്ടൊന്നും ചോദിക്കില്ല. അപ്പോൾ അത് ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ടൈറ്റാനിക് എന്നെ കവി ഇങ്ങനെ പറയുന്നത്? ഒരു എന്താണ്, അയൺ ആൻഡ് സ്റ്റീലിൽ തീർത്ത, അല്ലെ? ഇരുമ്പിലും തുരുമ്പല്ല, ഇരുമ്പിലും സ്റ്റീലിലും തീർത്ത, ഒരിക്കലും തീർത്ത ഒരു കവിതയാണെന്നൊക്കെ അദ്ദേഹം പറയാൻ കാരണം എന്താ? ബിക്കോസ് എന്താ കാരണം? ഓൾദോ ഇറ്റ് വാസ് മെയ്ഡ് എൻറ്റയർലി ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, ഇറ്റ് വാസ് ബിൽഡ് വിത്ത് എലഗൻസ് ആൻഡ് ഗ്രാൻഡ്യൂർ ആൻഡ് ബ്യൂട്ടി. അത് ഇരുമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ പോലും അത് വളരെ മനോഹരമായിട്ടാണ്, വളരെ എലഗൻസ് ആണ്, ഭയങ്കര ബ്യൂട്ടി ഉണ്ട് അതിനകത്ത്, ലക്ഷൂറിയസ് ആണത്. അതുകൊണ്ടാണ് അതിനെ കവിത എന്നൊക്കെ പോയിട്ട് വിളിക്കുന്നത്. ഓക്കെ, മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുക. ആൻസർ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് എഴുതിയാൽ മതി. ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നോട്ട് ഇയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് അറ്റ് ദ നേച്ചർ വിയേഴ്സ് എന്ന് പറയുന്ന ലൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ആ ലൈൻസിന്റെ ഇലാബറേഷൻ ആണ്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ആ പോം നമുക്ക് മനസ്സിലായി. സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ് നമ്മൾ പറയുന്നത്. ദ പോയറ്റ് കൺവേസ് എ നേച്ചർ റിമെയിൻസ് ബ്യൂട്ടിഫുൾ ആൻഡ് കാം അൺഅഫക്റ്റഡ് ബൈ ഹ്യൂമൻ സോറോ. മനുഷ്യനൊക്കെ എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും ശരി, ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആര് നിൽക്കുന്നത്? നേച്ചർ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോകുക? നേച്ചറിലേക്ക് പോവുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെയുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം അവിടെ നിന്നും കിട്ടും എന്നത് മാത്രമാണ് പോയറ്റ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ പോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളത് ഒന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിലെ പോയറ്റിക് ഡിവൈസസ്, ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരിക, അതെല്ലാം നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള, ഇതെന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? യെസ്, ഇത് കൊഹൈസീവ് ഡിവൈസ് ആണ്. കൊഹൈസീവ് ഡിവൈസ് ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. സോ ഈ വർഷവും നമുക്ക് കൊഹൈസീവ് ഡിവൈസ് ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. സോ ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല, കുറേ കൊഹൈസീവ് ഡിവൈസ് ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. I was late for the meeting. Okay, dash I managed to finish my presentation on time. ഞാൻ മീറ്റിംഗ് ലേറ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ എന്ത് ചെയ്തു? പ്രസന്റേഷന് കറക്റ്റ് സമയത്തിന് എത്താൻ ശ്രമിച്ചു. അപ്പോൾ ഹൗവർ എന്ന വേർഡാണ് അവിടെ കറക്റ്റായിട്ട് വരിക. എങ്ങനെ സാർ ഹൗവർ എനിക്ക് കിട്ടി? ഹൗവർ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, മലയാളം മീനിങ് എന്താ മനസ്സിലാക്കുക, എന്നിരുന്നാലും അല്ലെങ്കിൽ എങ്കിലും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നോക്ക്, ഐ വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ്. ഞാൻ മീറ്റിംഗിൽ ലേറ്റ് ആയിരുന്നു. ഓക്കെ, ഡാഷ് എന്തോന്ന് അവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞ അടുത്ത ഭാഗം നോക്കുക, ഐ മാനേജ് ടു ഫിനിഷ് മൈ പ്രസന്റേഷൻ ഓൺ ടൈം. പക്ഷെ ഞാൻ പ്രസന്റേഷൻ കറക്റ്റ് സമയത്ത് തന്നെ തീർത്തു. എന്നിരുന്നാലും ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയത്, എന്നിരുന്നാലും ഞാൻ അടിപൊളിയായിട്ട് പ്രസന്റേഷനൊക്കെ കറക്റ്റ് സമയത്തിന് ചെയ്തു എന്ന് പറയുമ്പോൾ ഹൗവെവർ അല്ലേ വരിക, അല്ലേ? അല്ലാതെ ഫസ്റ്റ്ലി വരില്ലല്ലോ, വേറെസ് വരില്ലല്ലോ, നെവർദലെസ് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കുക, ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ഡാഷ് ദേ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക്. നല്ല മഴയുണ്ട്, പക്ഷെ എന്നാലും അവർ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? മഴ പെയ്യുന്നുണ്ട്, എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാലും അവന്മാർ മഴയത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നെവർദലെസ് ആണ് വരിക. അപ്പോൾ സാർ നേരത്തെ ഹൗവെവർ ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക.
അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ അങ്ങോട്ട് തീരും. ഏറ്റവും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന ആളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. മലയാളം അർത്ഥം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വാക്കുകളിലത് നോക്കി വെക്കരുത്. അങ്ങനെ നോക്കി വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇംഗ്ലീഷിൽ അവിടെ ഏതാണ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വേർഡിനും ഇംഗ്ലീഷിൽ നമ്മൾ മീനിങ്ങുകൾ മനസ്സിൽ വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെറ്റൂല. മനസ്സിലായില്ലേ? മലയാളം ജസ്റ്റ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, തീരെ ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചുതരാം. ഡാഷ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് എവ്രി വൺ ഫോർ കമ്മിങ് ടു ദ ഇവന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാം, ആദ്യമേ എല്ലാവർക്കും നന്ദി പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ്, ആദ്യമേ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ആണ് അല്ലേ? അപ്പോൾ ഒരു കുട്ടി ആദ്യം എന്നൊരു അർത്ഥം ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് വന്നില്ല? അങ്ങനെ ആലോചിക്കുന്ന ആളുകൾക്ക് മലയാളം നിങ്ങൾ പഠിക്കുകയും വേണ്ട. ഫസ്റ്റ്ലി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാലോ, ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാലോ, അർത്ഥം മാത്രം മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കൺഫ്യൂഷൻ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് വിട്ടേക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓവർ എഴുതി, രണ്ടാമത്തെ നെവദേഴ്സ് ആണോ എന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വിട്ടേക്കാം. അടുത്ത ബാക്കി രണ്ടെണ്ണം ചെയ്യുക, ബാക്കി നമുക്ക് ആൻസറിൽ കിട്ടും. ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് തന്നെയാണ് ഇവിടെ മാച്ച് എന്ന് നമുക്ക് കിട്ടും. റെഡിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Liam O'Flaherty explores a theme of courage and fear in his first flight attempt a review of the story. ഈ സ്റ്റോറിയുടെ ഒരു ഗംഭീരമായ റിവ്യൂ ആണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ റിവ്യൂ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് പറയാണ്ട്. അതുപോലെ ഇമെയിൽ എഴുതാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ചോദ്യത്തിൽ ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമെയിലിൻ്റെ മോഡൽ എന്തൊക്കെയാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ലൈവ് ടി വി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ഏതാണെന്നറിയോ? ടേർട്ടിൽ കോളിംഗ് അല്ലേ? ആ ടേർട്ടിൽ കോളിംഗ് സീക്രട്ട് ടെറിട്ടറീസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ഒരു ലൈവ് ടി വി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യത്തൊന്നും നമുക്ക് വന്നത് ഒരു എസ്സേ, ഒരു ട്രാവൽ എസ്സേ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാവൽ എസ്സേ ഇന്നലെ എന്നോട് ആൾ ചോദിച്ചു, ട്രാവൽ എസ്സേ സാറേ നമ്മൾ പോകാത്ത സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയും, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തരും, അതിന് ശേഷമാണ് നമുക്ക് തരാം ഏത് ട്രാവൽസ് ഏതുണ്ടെന്ന് പറയാം. അതേപോലെ അല്ലെങ്കിൽ നിങ്ങളോട് അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക മോഡൽ തരും, ഐ മീൻ കുറച്ച് ഡീറ്റെയിൽസ് തരും, എന്നിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ എഴുതാൻ നമ്മളോട് പറയാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. 8 മാർക്കിന് അടിപൊളിയായിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിന്നും ഒരു സ്പീച്ചാണ് തരിക. ഓക്കെ, ആ സ്പീച്ച് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. സോ സിമ്പിളാണ്, അത് അടിപൊളിയായിട്ട് എഴുതുക. ഗാന്ധിജിയുടെ കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് മൈൻഡിൽ കളക്ട് ചെയ്ത് വെക്കണം. അതെങ്ങനെയൊക്കെ എഴുതും, സ്പീച്ച് എങ്ങനെയൊക്കെയാണ് ഗംഭീരമാക്കേണ്ടത് എന്നതൊക്കെ നമ്മൾ ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ശേഷം നമുക്ക് ലാസ്റ്റ് ഒരു അപ്രീസിയേഷൻ ആണ്, ഒരു അൺനോൺ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ ആണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ചോദിക്കുക. അപ്പോൾ ആ പോയമല്ല, അതേപോലെയുള്ള അൺനോൺ പോയായിരിക്കും തരിക. അപ്പോൾ അത് എങ്ങനെ എഴുതണം, അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം, ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്രീസിയേഷൻ എങ്ങനെ എഴുതേണ്ടതുള്ളത്. അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് വിശദമായിട്ട് എന്ത് ചെയ്യണം, 2 പോയിന്റ് കമ്പയർ ചെയ്യാൻ വരുന്നാലും എങ്ങനെ എഴുതണം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ പ്രൊഫൈൽ ചോദിക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളാണെങ്കിലും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആവണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിനേഷൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ഇത് നിങ്ങളുടെ എക്സാം ആണെന്ന് മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയോട് കൂടിയിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ ഓൾ ദി ബെസ്റ്റ്.